ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടി നൽകിയ കത്ത് യഥാർത്ഥത്തിൽ ഒരു കുറ്റപത്രമാണ്. ഈ കത്തിലെ പരാമർശങ്ങളോട് അതിവൈകാരികമായി തന്നെയാണ് ഡോക്ടറുടെ പ്രതികരണം. കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഒരു പൗരന്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും എഫക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ വൈകിട്ട് മന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന പുറം ലോകം കാണാത്ത വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. ഡോക്ടറെ ഒറ്റപ്പെടുത്തി കുറ്റക്കാരനാക്കി ശിക്ഷിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് KGMCTയെയും. എന്നാൽ ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം തേടിയത് സ്വാഭാവിക നടപടിയെന്ന് വിശദീകരിക്കുന്നു ആരോഗ്യമന്ത്രി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. സർക്കാർ സർവീസ് ചട്ടം 1960 പല വകുപ്പുകളും ഹാരിസ് ചിറക്കൽ ലംഘിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് തന്നെയാണ് നീക്കം. എന്നാൽ ഹാരിസ് ചിറക്കലിന് അനുകൂലമായി രൂപപ്പെട്ട പൊതുജന വികാരം കണക്കിലെടുത്ത് എത്രത്തോളം കടുത്ത നടപടി വേണമെന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ ആശയക്കുഴപ്പമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.